ആവാർവിടത്തിൽ എന്നും ചേർന്നിരിപ്പാൻ നിൻ മാർവിടത്തിൽ എന്നും ചേർന്നിരിപ്പാൻ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മളൊരു രാത്രിയുടെ സംഭവം വായിക്കും. ആ രാത്രി ഈ ഭൂമി മറക്കാത്തൊരു രാത്രിയാണ്. ആ രാത്രി മനുഷ്യൻ ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്തൊരു രാത്രിയാണ്. ആ രാത്രി ദൈവപുത്രൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയാണ്. അതെ, യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനായി ആ രാത്രിയാണ് പുറപ്പെടുന്നത്. ഇന്ന് വായിക്കുന്ന സുവിശേഷ ഭാഗം മറ്റൊരു രാത്രിയാണ്. അത് നിക്കോദെമോസ് യേശുവിനെ കണ്ടുമുട്ടാനായി ഇറങ്ങുന്ന രാത്രി. ഈ രാത്രിയുടെ പ്രത്യേകത യേശുവിനെ കുറച്ചും കൂടി മനസ്സിലാക്കാനും യേശുവിനെ കുറച്ചും കൂടി ഈ ഭൂമിക്ക് കാട്ടിക്കൊടുക്കാനുമായി നിക്കോദെമോസ് ശ്രമിക്കുകയാണ്. ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത് രാത്രിയാണെങ്കിൽ രണ്ടിൻ്റെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. രണ്ടിൻ്റെയും ഉദ്ദേശം വ്യത്യസ്തമായിരുന്നു. കൂടെ നടന്നവനെന്നും എല്ലാ കാലത്തും നന്മയോടെ നടക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അതാണ് യൂദാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആ രാത്രി അവൻ ഒറ്റക്കിടക്കലിൻ്റെ രാത്രിയാക്കി മാറ്റി. മറ്റൊരു രാത്രി നിക്കോദെമോസ് ക്രിസ്തുവിൻ്റെ മനോഹാരിത ഈ ഭൂമിക്ക് ലഭിക്കാൻ തക്ക വിധത്തിൽ ആ സൗന്ദര്യത്തെ വെളിപ്പെടുത്തതാക്കി മാറ്റി. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിലേക്ക് എത്തിപ്പെടുന്ന സമയം എത്രയാണ്? ഏത് രാത്രിയോ ഏത് പകലോ ആകട്ടെ, ഓരോ മനുഷ്യരും ക്രിസ്തുവിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളും പേറിയാണ്. പലർക്കും പല കാരണങ്ങളാണ് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്താനുള്ളത്. ചിലർക്ക് ഒറ്റിക്കൊടുക്കാൻ, ചിലർക്ക് അവനെ കുറച്ചും കൂടി ഈ ഭൂമിയിൽ കാട്ടിക്കൊടുക്കാൻ. ഇങ്ങനെ രണ്ടുപേരുടെ ഉദ്ദേശശുദ്ധിയും വ്യത്യസ്തമായിരിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ മനോഭാവം എന്താണ്? എല്ലാവർക്കും അവൻ കൃത്യമായി സമീപസ്ഥനാണ്. അതാണ് ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത. മനുഷ്യരെല്ലാവരും ഇങ്ങനെ വ്യത്യസ്തമായി അവൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴും അവൻ എല്ലാവർക്കും ഒരുപോലെയാണ്. ആരിൽ നിന്നും അവൻ ഓടി ഒളിക്കുന്നില്ല. അപ്പോഴും ചിലപ്പോഴൊക്കെ മനുഷ്യർ ചിന്തിക്കുന്നത് ക്രിസ്തു നമ്മളിൽ നിന്ന് ഒളിച്ചുകളി കളിക്കുന്നു എന്നാണ്. കുറേ പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോയ കഥകളൊക്കെ പറയുന്ന മനുഷ്യരൊക്കെ ചിന്തിക്കുന്നത് അവൻ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഒന്നും കേൾക്കാത്തതല്ല, കേട്ടിട്ട് സമയമാകട്ടെ എന്ന് കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മളൊക്കെ മറന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഏത് രാത്രിയിൽ മനുഷ്യർ ചെന്നാലും, ഏത് പകൽ മനുഷ്യർ ചെന്നാലും അങ്ങനെ കാത്തിരുന്ന് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം ഒക്കെ മനസ്സിലാക്കണം. രാത്രി പകലാക്കി പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ടല്ലോ. ചില രാത്രികൾ കണ്ണുനീർ വാർത്ത് കരയുന്ന ചില മനുഷ്യരുടെ ഹൃദയങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെയൊക്കെയാണ് ഈ സുവിശേഷ ഭാഗം കുറച്ചുകൂടി സാന്ത്വനമേകുന്നത്. നിക്കോദെമോസ് രാത്രിയിൽ ക്രിസ്തുവിനെ കാണാൻ വന്നു. അവൻ കുറച്ചും കൂടി മനോഹരമുള്ള ക്രിസ്തുവിനെ കണ്ടിട്ട് തിരിച്ചുപോയി. കാരണം ക്രിസ്തു പ്രകാശമുള്ളവനാണ്. പ്രകാശമുള്ളവനെ രാത്രി കാണാൻ വരുമ്പോൾ ചുറ്റും ഇരുട്ടാണെങ്കിലും ഉള്ളിൽ പ്രകാശത്തോടെയാണ് നിക്കോദെമോസ് മടങ്ങുന്നത്. പക്ഷേ യൂദാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതല്ലായിരുന്നു. ചുറ്റും ഇരുട്ടാണ്, അവൻ്റെ ഉള്ളും ഇരുട്ടാണ്. അതുകൊണ്ട് അവന് പ്രകാശമുള്ള ക്രിസ്തുവിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിലെ പ്രകാശം മുൻപിലുള്ളവൻ്റെ പ്രകാശത്തെ കൂടി ചേരുമ്പോൾ കുറച്ചും കൂടി പ്രകാശമുള്ള മനുഷ്യരായി നമ്മളൊക്കെ മാറും. ചുറ്റുപാടും പ്രകാശമുള്ളതായി മാറും. ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം ഉള്ളിൽ പ്രകാശമുള്ള ഹൃദയമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഹൃദയത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഏത് രാത്രിയും നമുക്ക് പകലാകും, ഏതിരുട്ടും പ്രകാശമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതകൾക്ക് പ്രകാശവുമാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിന്റെ സാന്നിധ്യം എനിക്ക് ശാന്തിയും ജ്ഞാനവും അകറ്റാനാവാത്ത പ്രത്യാശയും നൽകുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ എന്നെ നിലനിർത്തണമേ.